യഥാർത്ഥത്തിൽ കേരളീയം എന്ന് പറയുന്ന ഈ പരിപാടി വലിയ പണച്ചെലവുള്ളൊരു പരിപാടിയായി നമുക്ക് കാണാൻ കഴിയില്ല. പരമാവധി ഒരു 50 കോടി രൂപയൊക്കെ ചിലവാക്കുന്നൊരു പരിപാടിയാണത്. പക്ഷേ എന്തുകൊണ്ടാണ് അത് ധൂർത്ത് എന്ന് പറയുന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നത്? അതാണല്ലോ പ്രധാനം. ഇപ്പം നമ്മുടെ സംസ്ഥാനം വളരെ ശക്തമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, അതേപോലെ തന്നെ അവശ്യ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയാത്ത അവസ്ഥ, ഈ രീതിയിൽ കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഘട്ടത്തിലാണ് ഒന്നാം കേരളീയം നടക്കുന്നത് കഴിഞ്ഞ നവംബർ 1-ാം തീയതി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിനോട് വലിയ എതിർപ്പുകൾ സമൂഹത്തിലുണ്ടായിരുന്നു. അവിടെ സർക്കാർ നൽകിയൊരു വിശദീകരണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ കുറച്ച് പൈസയെ ചിലവാക്കുന്നുള്ളൂ, കൂടുതലും സ്പോൺസർഷിപ്പിലൂടെയാണ് പണം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ സ്പോൺസർഷിപ്പും അന്ന് വലിയ വിവാദമായിരുന്നു. സത്യത്തിൽ ഒരു സർക്കാർ പ്രവർത്തിക്കുമ്പോൾ സർക്കാരിൻ്റെ ശൈലിയെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. നേതാക്കളുടെ ശൈലി, മുഖ്യമന്ത്രിയുടെ ശൈലി, മന്ത്രിമാരുടെ ശൈലി, പ്രവർത്തകരുടെ ശൈലി, അണികളുടെ ശൈലി. ഇവിടെ ഭരണത്തിനും ഒരു ശൈലിയുണ്ട്. ഭരണത്തിൻ്റെ ശൈലിയും ജനങ്ങൾക്കിടയിൽ മതിപ്പും അവമതിപ്പും ഉണ്ടാക്കും. അവിടെയാണ് ഈ പറയുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോകുമ്പോൾ കേരളീയം പോലെ ഒരു പരിപാടി നടത്തി ധൂർത്താണ് എന്നൊരു പ്രതീതി വരുന്നത് ഒരു ശൈലീ പ്രശ്നമാണ്. അവിടെയും അങ്ങനെ ഒരു ശൈലീ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മഹത്വത്തെ ഷോക്കേസ് ചെയ്യുന്നതിന് നമ്മൾ ആരും എതിരല്ല. ആ അർത്ഥത്തിൽ നമുക്ക് ടൂറിസം രംഗത്തേക്ക് ആളുകളെ കൂടുതൽ കൊണ്ടുവരാൻ കഴിയുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്. വ്യവസായ നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നുവെങ്കിൽ നിശ്ചയമായും അത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ഗുണകരമായി തീരുമെങ്കിൽ അതിനെയും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രശ്നം ഒരു സർക്കാർ സുതാര്യമായി പ്രവർത്തിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ കേരളീയം പരിപാടിയെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ഈ നിമിഷം വരെ അറിയില്ല ആരൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ കേരളീയത്തിൻ്റെ സ്പോൺസർമാർ എന്നുള്ളത്, എത്ര പണമാണ് സ്പോൺസർഷിപ്പിലൂടെ സമാഹരിച്ചത് എന്നുള്ളത്. ഇപ്പോൾ വലിയ വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ളൊരു സർക്കാർ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും അത് പബ്ലിക് ഡൊമൈനിൽ അതിൻ്റെ എല്ലാ ഡാറ്റാസും അവൈലബിൾ ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, ഞങ്ങൾ ഒന്നാം കേരളീയം പരിപാടി നടത്തി, അതിന് ഇത്ര തുക ചിലവായി, ഇത്ര സ്പോൺസർമാരുണ്ടായിരുന്നു, ഇന്ന ആളുകളായിരുന്നു സ്പോൺസർമാർ, അവരുടെ ഇത്ര തുക കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പരിപാടിയുടെ ഒരു ഇമ്പാക്റ്റും ജനങ്ങൾക്ക് ബോധ്യപ്പെടണമല്ലോ, ഇന്ന ഗുണങ്ങളുണ്ടായി. ഇത്തരത്തിലുള്ള ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയോ വിമർശനങ്ങളെല്ലാം കുബുദ്ധികളുടെ സൃഷ്ടിയാണെന്ന് പറയുകയോ ചെയ്യുന്നതല്ല ഒരു സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. ഏത് വിമർശനം വന്നാലും ആ വിമർശനത്തെ സംബന്ധിച്ച് സർക്കാരിന് ഒരു മറുപടി ഉണ്ടാകണം. ആ മറുപടി ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ വിമർശനം. അതുകൊണ്ടാണ് ഈ ഒന്നാം കേരളത്തിൽ നിന്ന് രണ്ടാം കേരളത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ജനങ്ങൾ പഴയ വിഷയങ്ങൾ തന്നെയാണ് ഇതിൻ്റെ വിമർശകർ മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ നിന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ഒരു വ്യത്യാസവും നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാത്ത ഘട്ടത്തിൽ വീണ്ടും നിങ്ങൾ കേരളീയവുമായി പോകുന്നു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം കേരളീയത്തിൻ്റെ പരിപാടിയുടെ അവസാന വേളയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതൊരു തുടർ പരിപാടിയായിരിക്കുമെന്ന്. അപ്പോൾ വീണ്ടും ആ പരിപാടിയായിട്ട് പോകുമ്പോൾ കഴിഞ്ഞ തവണത്തെ പരിപാടിയുടെ നേട്ടങ്ങൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരിക്കുകയും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിക്ക് മധ്യേ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ആഘോഷം സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമല്ലേ സർക്കാരിനെതിരായിട്ടൊരു വിമർശനം ഉണ്ടാകുമെന്ന് പറയുന്നത്. അതുമാത്രവുമല്ലല്ലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ നമ്മൾ ഈ സ്പോൺസർഷിപ്പിന് GST ഉദ്യോഗസ്ഥന്മാരെ വിട്ടത് തന്നെ വലിയ വിവാദമായിരുന്നു. അവരെയൊക്കെ അവസാനം ഈ വേദിയിൽ വിളിച്ചിരുത്തി ആദരിക്കുകയും ചെയ്തിരുന്നു സർക്കാർ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് എന്തായിരുന്നു? എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ മുതൽ വില്ലേജ് ഓഫീസർമാർ വരെ പണം പിരിച്ച് ഈ നവകേരള സദസ്സിന് വേണ്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പ് കണ്ടെത്തണം എന്നാണ്. നോക്കൂ, ഒരു സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഓരോ മുതലാളിമാരെ കണ്ട് അല്ലെങ്കിൽ നിക്ഷേപകരെ കണ്ട് ഇത്തരം പരിപാടികൾക്ക് പണം പിരിച്ചാൽ ഉണ്ടാകാവുന്നൊരു പ്രശ്നം പറയാം. നമ്മുടെ നാട്ടിലൊരു സാധാരണ ചൊല്ലുണ്ടല്ലോ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് ശരിയല്ല എന്ന് പറയുന്നൊരു കാര്യം എന്താ? ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ പണം സമാഹരിക്കും. ആ പണം സമാഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണം നൽകുന്ന ആളുകളോട് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം വന്ന് ഭവിക്കും. അത് ശരിയായൊരു രീതിയല്ല. നമ്മൾ കണ്ടല്ലോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ ഓരോ സ്ഥാപനങ്ങൾക്കും ലഭിച്ചു എന്നത് ദീർഘമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അത്തരത്തിലുള്ളൊരു പ്രവണത ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട് ആശാസ്യമായ കാര്യമല്ല. ഇവിടെ ഇപ്പോൾ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ പോയാൽ ഈ പറയുന്ന സമ്മർദ്ദങ്ങളിലേക്ക് അവരെത്തിച്ചേരും എന്നുള്ളതാണ്. ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് ക്രൗഡ് ഫണ്ടിങ് വഴിയും സ്പോൺസർഷിപ്പ് വഴിയൊന്നും അല്ലെന്നേ. അവർ പുതുതായിട്ട് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നു, അങ്ങനെ വിവിധ മേഖലകളെ വികസിപ്പിക്കുന്നു, ആ മേഖലകളിൽ നിന്നെല്ലാം നന്നായി ടാക്സ് പിരിക്കുന്നു, അങ്ങനെ ആ ടാക്സ് ആ റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ രീതിയിലുള്ളൊരു പ്രവർത്തന ശൈലി അതും സുതാര്യമായി നടത്തുന്നു, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. ഈ രീതിയാണ് അവലംബിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചാൽ തന്നെ ആ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് സുതാര്യമായിരിക്കണം കാര്യങ്ങൾ. ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ആ പണം വാങ്ങിയതാണ് ഞങ്ങൾ ഇങ്ങനെ ചെലവഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, നമ്മളതിന് ഒരു ധവളപത്രം പോലെ ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുള്ളൊരു
ബാധ്യതയുണ്ട്. അവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു വിമർശനവും ഈ കാര്യത്തിൽ എനിക്കുണ്ട്. ഇനി കേരളീയം പോലൊരു പരിപാടി സത്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് കേരളത്തിൻ്റെ വികസനത്തെയും മറ്റു കാര്യങ്ങളെയും ഷോക്കേസ് ചെയ്യാൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം മുതൽ ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. പറയട്ടെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മളിതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്താണ്. വലിയ വിപുലമായൊരു ടൂറിസം വാരാഘോഷമാണ് നടക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട്. 7 ദിവസം വളരെ ശക്തമായ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ വന്നിട്ട് പരിപാടികൾ നടത്തുന്നു. നിശാഗന്ധിയിൽ പരിപാടി നടത്തുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നിശാഗന്ധി മുതൽ കിഴക്കേക്കുട്ട വരെ ഭയങ്കര വൈദ്യുത ദീപാലങ്കാരങ്ങൾ നടക്കുന്നു. വിവിധ തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വലിയ പരിപാടി തിരുവനന്തപുരത്ത് ഓൾറെഡി നടക്കുന്നുണ്ട്. ഡിസംബറിൽ വലിയ ഫ്ലവർ ഷോ അവിടെ നടക്കാറുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വലിയ ഫ്ലവർ ഷോ നടക്കാറുണ്ട്. ആലപ്പുഴയിൽ ഓണവുമായി ബന്ധപ്പെട്ട് വലിയ വള്ളംകളി നടക്കാറുണ്ട്. കൊച്ചിയിൽ ബിനാലെ നടക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കോഴിക്കോട് 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന DC ബുക്സിൻ്റെ വലിയ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാതൃഭൂമി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ഈ പറയുന്ന വായനശാല പ്രസ്ഥാനം നടത്തുന്ന അക്ഷരോത്സവം നടക്കുന്നുണ്ട്. ഈ രീതിയിലൊക്കെ വിവിധ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട്. നമുക്കിതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അത്തരം പരിപാടി, ബിനാലെ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെയൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആളുകളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പുറമെ കേരളീയം എന്നൊരു പരിപാടി നടത്തി ഷോക്കേസ് ചെയ്യാം. ഷോക്കേസ് ചെയ്യുന്നതിന് തെറ്റില്ല. അങ്ങനെ ഷോക്കേസ് ചെയ്യുമ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ എന്താണെന്നറിയാലോ അല്ലേ? ഒരു 10-100 സെമിനാർ നടത്തിയിരുന്നു. എല്ലാ സെമിനാറുകളും മന്ത്രിമാരാണ് പേപ്പർ അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്തത്. എന്ന് മാത്രമല്ല, നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് ഇത്ര ആളുകൾ, കാസർഗോഡ് നിന്ന് ഇത്ര ആളുകൾ ബസ് പിടിച്ച് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരണം എന്നുള്ള ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ചാനലായി, വാർത്ത ബ്രേക്ക് ചെയ്ത ചാനലായത്. അപ്പോൾ ആ രീതിയിൽ സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്തു. ഇപ്പോൾ തൊട്ട് പരിസരത്തുള്ള കോളേജുകളിലെയും മറ്റ് സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കൊക്കെ അവധി കൊടുത്തു. ഇങ്ങനെ ആളുകളെ സംഘടിപ്പിച്ചിട്ടാണ്. ശരി, തുടങ്ങുന്ന ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് എന്താണ് ഇതുകൊണ്ട് മുന്നോട്ട് ഒരു ഗുണമുണ്ടായിരിക്കുന്നത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ലോക കേരള സഭയൊക്കെ എത്ര കാലമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നേ. ഇതിൻ്റെയൊക്കെ ഗുണമെന്താണ് എന്ന് നമ്മൾ പറയണ്ടേ? നമ്മൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ഈ വിമർശനങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, കേരളം പിച്ച ചട്ടിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശോഭനയുടെ ഡാൻസും KS ചിത്രയുടെ ഗാനമേളയും തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നാണ്. ഈ ഒരു വിമർശനത്തിന് വഴിവെക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത്. ആദ്യഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം വീണ്ടും ധൂർത്തിലേക്ക് പോകുന്നു. അപ്പോഴും ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഒരു വലിയ ധൂർത്തിൻ്റെ ഒന്നും ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഇതിനകത്തില്ല. ഒരു വലിയ പൈസ ചിലവാക്കിക്കൊണ്ട് ഒരു വലിയ സംഭവം നടത്തുകയല്ല. 1000 കോടി ചിലവാക്കുന്നില്ല, 500 കോടി ചിലവാക്കുന്നില്ല. യഥാർത്ഥത്തിൽ 50 കോടി രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഈ 50 കോടി രൂപ പോലും ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഒരു ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നു. നിങ്ങളുടെ മുൻഗണന എന്താണ് എന്നുള്ളൊരു പ്രശ്നം വരുന്നു. ആ മുൻഗണന തീരുമാനിക്കുമെന്നാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. തിരുത്തലിൻ്റെ ആരംഭം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ മുൻഗണന തീരുമാനിച്ച് ജനോപകാരപ്രദമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി നൽകും എന്നുള്ളതാണല്ലോ തിരുത്തലിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ, പഴയതെല്ലാം അതേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് നടുവിൽ ആ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുച്ഛത്തോടുകൂടി അതെല്ലാം അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളിത് നടത്തിക്കളയുമെന്ന് പറയുന്നത് ഒരു ശൈലിയുടെ പ്രശ്നമാണ്. ആ ശൈലി തിരുത്താൻ പോലും തയ്യാറാകുന്നില്ല എങ്കിൽ ഇനിയും വളരെ നെഗറ്റീവായൊരു വികാരം, ഒരു അപ്രിയത, ഒരു അവമതിപ്പ് അത് ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ ശക്തമാക്കാൻ മാത്രമാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സഹായിക്കുക എന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. Meet the editors.